You have been making strenuous efforts to improve your English. Keep it up. Hello friends, welcome to the 14th episode of Spoken English for Beginners. ഇന്ന് നമുക്ക് നമ്മുടെ സംഭാഷണത്തിൽ ഉപകാരപ്പെടുത്താവുന്ന കുറച്ച് ഫ്രേസസ് പഠിക്കാം. കീപ്പ് അപ്പ്, ഉയർത്തിപ്പിടിക്കുക എന്നാണ് അർത്ഥം. യു ഹാവ് ബീൻ മേക്കിംഗ് strenuous efforts to improve your English. Keep it up. ഇംഗ്ലീഷ് പഠിക്കുവാനായി നിങ്ങൾ നല്ല പരിശ്രമം നടത്തുകയാണ്. അത് ഉയർത്തിപ്പിടിക്കുക. You are a very honest person. Keep up your honesty. താങ്കളൊരു സത്യസന്ധനായ വ്യക്തിയാണ്. ആ മൂല്യം ഉയർത്തിപ്പിടിക്കുക. To get up, ഉണരുക എന്നർത്ഥം, അല്ലെങ്കിൽ എഴുന്നേൽക്കുക എന്നർത്ഥം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 5 AM എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് ഉണരുന്നു. ദ സ്റ്റുഡൻസ് ഗോട്ട് അപ്പ് വെൻ ദ ടീച്ചർ കെയിം. അധ്യാപിക ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ടു ചിയർ അപ്പ്. ഈ വാക്കിൻ്റെ അർത്ഥം നിരാശപ്പെടാതെ എപ്പോഴും സന്തോഷം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. ദ കോച്ച് ആസ്ക് ദ പ്ലേയേഴ്സ് ടു ചിയർ അപ്പ്. കോച്ച് കളിക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഉന്മേഷപരമാരാവുക. ഗീവ് അപ്പ്, ഇതൊരു അല്പം നെഗറ്റീവ് മീനിങ് ആണ്. തോറ്റു കൊടുക്കുക എന്നാണ് അർത്ഥം. യു ഷുഡ് നെവർ ഗീവ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഫെയിലിയേഴ്സ്. പരാജയങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ദ പ്രൈം മിനിസ്റ്റർ ടോൾഡ് ദ ഡിഫൻസ് ഫോഴ്സസ് ടു നെവർ ഗിവ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദി എനിമി. ശത്രുവിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കരുതെന്ന് പ്രധാനമന്ത്രി പ്രതിരോധ സേനയോട് ആവശ്യപ്പെട്ടു. യു ഷുഡ് നെവർ ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്, നെവർ നെവർ നെവർ. നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കരുത്, തോറ്റു കൊടുക്കരുത്, തോറ്റു കൊടുക്കരുത് എന്ന് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് ജനതയോട് ആവശ്യപ്പെട്ടു. ടു ഷോ അപ്പ്, ഒരു സ്ഥലത്ത് വരിക, ഒരാളുടെ സാന്നിധ്യത്തെയാണ് കാണിക്കുക. ഹീ ഷോഡ് അപ്പ് ഫോർ ദ പ്രോഗ്രാം വിത്ത് ഹിസ് ഫാമിലി. അവൻ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പരിപാടിക്ക് വന്നു. The man was afraid to show in front of others. ആളുകളുടെ മുമ്പിൽ വരുവാൻ അയാൾക്ക് ഭയമായിരുന്നു. To blow up, എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്നതിനാണ് ബ്ലോ അപ്പ് എന്ന് പറയുക. The terrorists planted a bomb to blow up the building. കെട്ടിടം തകർക്കാനായിട്ട് തീവ്രവാദികൾ ഒരു ബോംബ് സ്ഥാപിച്ചു. If we are careless, a gas cylinder can blow up a house. നമ്മൾ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടറിന് നമ്മളുടെ വീട് തകർക്കാനായിട്ട് കഴിയും. ക്ലീൻ അപ്പ്, ഒരു സ്ഥലം വൃത്തിയാക്കുന്നതിനാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുക. ദ സ്റ്റാഫ് ട്രൈ ടു ക്ലീൻ അപ്പ് ദ ഓഫീസ്. ജോലിക്കാർ ഓഫീസ് വൃത്തിയാക്കാൻ പരിശ്രമിച്ചു. ദ മദർ ആസ്ക്ഡ് ദ ചൈൽഡ് ടു ക്ലീൻ അപ്പ് ദ ഹൗസ്. വീട് വൃത്തിയാക്കാൻ അമ്മ കുട്ടിയോട് ആവശ്യപ്പെട്ടു. ടേക്ക് ഡൗൺ, എഴുതിയെടുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക. ദ ടീച്ചർ ആസ്ക്ഡ് സ്റ്റുഡൻസ് ടു ടേക്ക് ഡൗൺ ദ നോട്ട്സ്. നോട്ട് എഴുതിയെടുക്കാൻ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. The children were unwilling to take down what the teacher wrote on the board. ടീച്ചർ ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ കുട്ടികൾ വിസമ്മതിച്ചു. Lie down, കിടക്കുക എന്നാണ് അർത്ഥം. He felt tired and lie down on the cot. അവൻ ക്ഷീണിതനായപ്പോൾ, ക്ഷീണിച്ചതായി തോന്നിയപ്പോൾ
കട്ടിൽ കിടന്നു. പ്ലേ ഡൗൺ, ഒരു സീരിയസ് ആയ കാര്യത്തെ ലഘുവായി കാണിക്കാനാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുക. ദ പേഷ്യൻ്റ് പ്ലേ ഡൗൺ ദ സീരിയസ്നെസ് ഓഫ് ഹിസ് ഇൽനെസ്. രോഗി അവൻ്റെ രോഗത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചു. സെറ്റപ്പ്, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു അറേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുക. ഐ ട്രൈ ടു സെറ്റപ്പ് എ സൗണ്ട് സിസ്റ്റം ഇൻ മൈ റൂം. ഞാൻ എൻ്റെ മുറിയിൽ ഒരു സൗണ്ട് സിസ്റ്റം വെക്കുവാനായിട്ട് ശ്രമിച്ചു. ദ കമ്പനി wanted to set up an office in the city. കമ്പനി നഗരത്തിൽ ഒരു ഓഫീസ് സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. ടു പുട്ട് അപ്പ് വിത്ത്, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ സഹിക്കുന്നതിനാണ് പുട്ട് അപ്പ് വിത്ത് എന്ന ഫ്രേസ് ഉപയോഗിക്കുക. മൈ ഫ്രണ്ട് ട്രൈ ടു പുട്ട് അപ്പ് വിത്ത് ദ ഡിഫിക്കൽട്ടീസ്. എൻ്റെ സുഹൃത്ത് കഷ്ടതകളോട് സഹിക്കുവാൻ പരിശ്രമിച്ചു. ഷീ ട്രൈ ടു പുട്ട് അപ്പ് വിത്ത് ഹെർ മദർ ഇൻ ലോ. അവൾ അവളുടെ അമ്മായിമ്മയെ സഹിക്കുവാനായിട്ട് പരിശ്രമിച്ചു. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് ഹിം എനിമോ. ഇനി എനിക്ക് അദ്ദേഹത്തെ സഹിക്കാൻ കഴിയുകയില്ല. ടു സ്ക്രൂ അപ്പ്, ടു കോസ് സംതിങ് ടു ഫെയിൽ. എന്തെങ്കിലും പരാജയപ്പെടാൻ കാരണക്കാരനാവുക എന്നർത്ഥത്തിലാണ് പറയുക. ഹീ ട്രൈ ടു സ്ക്രൂ അപ്പ് ഹിസ് ഫ്രണ്ട്. അവൻ അവൻ്റെ ഫ്രണ്ടിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. നെവർ സ്ക്രൂ അപ്പ് എ പ്രോജക്റ്റ്. ഒരു പദ്ധതിക്കും തടസ്സമായി നിൽക്കരുത്. ഷോർ അപ്പ്, ടു സപ്പോർട്ട്. ഒരു വ്യക്തിയെയോ ഒരു പദ്ധതിയെയോ സഹായിക്കുന്നതിനാണ് നമ്മൾ ഷോർ അപ്പ് എന്ന് പറയുക. വെൻ ദ പ്രോജക്റ്റ് കെയിം ടു ദ വില്ലേജ്, മജോറിറ്റി ട്രൈ ടു ഷോ അപ്പ്. ഒരു പദ്ധതി ഒരു ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ ഭൂരിപക്ഷം ആളുകളും അതിനെ അനുകൂലിച്ചു. ദർ വാസ് എ ഡിഫിക്കൽട്ടി ടു ഷോർ അപ്പ് ദിസ് പ്രോജക്റ്റ്. ഈ പദ്ധതിയെ സഹായിക്കാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഗിയർ അപ്പ്, ഉയർത്തുക അല്ലെങ്കിൽ എന്തിൻ്റെയോ വേഗത ത്വരിതപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. വേഗത കൂട്ടുക എന്നും ഉപയോഗപ്പെടുത്താം. വി വെർ ആസ്ക്ഡ് ടു ഗിയർ അപ്പ്. ഞങ്ങൾ വേഗത്തിൽ കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഹറി അപ്പ്, കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുക എന്നാണ് ഉപയോഗിക്കുക. കം ഓൺ ചിൽഡ്രൻ, ഹറി അപ്പ്, കുട്ടികളോട് വേഗത്തിൽ വരാൻ ആവശ്യപ്പെടുകയാണ്. ഗെറ്റ് ഡൗൺ, വാഹനത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്നതിനാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിക്കുക. ഐ ആസ്ക്ഡ് ഹിം ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ ബസ്. അവനോട് ബസ്സിൽ നിന്ന് താഴേക്കിറങ്ങാൻ ഞാൻ ആവശ്യപ്പെട്ടു. വി വെർ ആസ്ക്ഡ് ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രെയിൻ. ട്രെയിനിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു. വി നീഡ് ടു ബി വെരി കെയർഫുൾ വെൻ വി ഗെറ്റ് ഡൗൺ ഫ്രം ദ വെഹിക്കിൾസ്. നമ്മൾ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ടേക്ക് അപ്പ്, ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുക. ഐ ടുക്ക് അപ്പ് എ ഡാൻസ് ഫോർ ദ ആനിവേഴ്സറി. വാർഷികത്തിന് ഞാനൊരു ഡാൻസ് ഏറ്റെടുത്തു, അതായത് ഞാനത് ചെയ്യാൻ സമ്മതിച്ചു എന്നർത്ഥം. ദ പ്രിൻസിപ്പൽ ആസ്ക്ഡ് ദ ടീച്ചേഴ്സ് ടു ടേക്ക് അപ്പ് വേരിയസ് റെസ്പോൺസിബിലിറ്റീസ്. വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രിൻസിപ്പൽ അധ്യാപകരോട് ആവശ്യപ്പെട്ടു. ദ ഡിസ്ട്രിക്ട് കളക്ടർ ആസ്ക്ഡ് ദ പബ്ലിക് ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ലോ ആൻഡ് ഓർഡർ. ജില്ലാ കളക്ടർ ആളുകളോട് ക്രമസമാധാനത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ഡ്രസ്സപ്പ്, വളരെ ഭംഗിയായി വസ്ത്രം ധരിക്കുന്നതിനാണ് നമ്മൾ ആ ഫ്രേസ് ഉപയോഗിക്കുക. വി വെർ ആസ്ക്ഡ് ടു ഡ്രസ് അപ്പ് ബിഫോർ ഗോയിങ് ഫോർ ദ ഫംഗ്ഷൻ. പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് നന്നായി വസ്ത്രം ധരിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു.
ഡ്രസ്സിങ് അപ്പ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സം പീപ്പിൾ. കുറച്ച് ആളുകൾക്ക് നന്നായി വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. ഫോർ സർട്ടൻ ഫങ്ഷൻസ് വി നീഡ് ഡ്രസ് അപ്പ് വെൽ. ചില പരിപാടികൾക്ക് നമ്മൾ നന്നായി വസ്ത്രം ധരിക്കണം. ഡിയർ ഫ്രണ്ട്സ്, I hope these phrases will be useful for you. Kindly make your own sentences with these phrases and make it part of your English. നിങ്ങൾ ഓരോരുത്തരും ഈ ഫ്രേസ് ഉപയോഗിച്ച് സ്വന്തമായി വാചകങ്ങൾ ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയുടെ ഭാഗമാക്കുകയും ചെയ്യുക. If you have not subscribed our channel, kindly subscribe. If you like the video, kindly share it with your friends. Thank you. All the best to you.